ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSEB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ CSEB വൺ ടൈം രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പറ്റുന്ന വേഗത്തിൽ തന്നെ ഞങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. PSCയുടെ ചെയ്തതുപോലെയൊക്കെ തന്നെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയുന്നുണ്ട്. നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം തന്നെ പറയുകയാണ്. ഈ രജിസ്ട്രേഷന് വേണ്ട ഈ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നിങ്ങൾ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ആരംഭിക്കുക. അല്ലാതെ ഈ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പുകളിൽ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒരു ഫോൾഡറിനകത്ത് നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ആക്കി വെച്ചതിന് ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ ആരംഭിച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പല സ്റ്റെപ്പ് നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും വീണ്ടും ഫോട്ടോ റീസൈസ് ചെയ്യാൻ പോകണം, സിഗ്നേച്ചർ റീസൈസ് ചെയ്യാൻ പോകണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ആദ്യം തന്നെ ഇതെല്ലാം ചെയ്ത് വെക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ രജിസ്ട്രേഷന് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഈ ഒരു ഭാഗം ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെ PDF ഫയൽ അത് 1 MB താഴെ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 1 MB താഴെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡോക്യുമെൻറ്റ് സ്കാനർ എന്ന് പറയുന്ന ആപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ റീസൈസ് ചെയ്തത്, അതുപോലെ സിഗ്നേച്ചർ റീസൈസ് ചെയ്തത്, അത് എപ്രകാരം റീസൈസ് ചെയ്യണമെന്നും ഞാൻ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു പേപ്പർ എടുക്കുക, അതിനുശേഷം അതിന് SSLC മുതൽ ഡിഗ്രി PG വരെയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ അതിൻ്റെ രജിസ്റ്റർ നമ്പർ, അതിൻ്റെ പേര്, അത് ഏത് ടൈപ്പാണ്, MCOM ആണെങ്കിൽ MCOM ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCOM ആണെങ്കിൽ BCOM ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, അത് ഏത് കാറ്റഗറി ആണെന്ന്, ഏത് സ്ട്രീമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യം എഴുതി വെക്കുക. അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ, ഏത് വർഷമാണ് പാസ് ഔട്ട് ആയത്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ സാധിക്കും. തെറ്റാതെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. വേറെ മറിച്ച് നോക്കാനോ ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണമെന്ന് പറയുന്നത്. അതുപോലെ സിഗ്നേച്ചറും ഫോട്ടോയും അതുപോലെ തന്നെ PDF ഫയൽസും എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയാണ് ഞാൻ രജിസ്ട്രേഷന് വേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ ഇപ്രകാരം ആഡ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ നടപടിയിലേക്ക് കടക്കാൻ. അപ്പോൾ നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും അതുപോലെ PDF ഫയലും ഒക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് തുടർന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. നമ്മുടെ PSC അതുപോലെ CSEB എക്സാംസിന് വേണ്ടി ഫോട്ടോസും അതുപോലെ നമ്മുടെ ഡോക്യുമെൻറ്റ്സും ഒക്കെ സ്കാൻ ചെയ്യാൻ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്പാണ് ഡോക്യുമെൻറ്റ് സ്കാനർ. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡോക്യുമെൻറ്റ് സ്കാനർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒത്തിരിയേറെ ആപ്ലിക്കേഷൻസ് വരും. അതിൻ്റെ അകത്ത് ഡോക്യുമെൻറ്റ് സ്കാനർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പാണ് നമ്മൾ നമ്മുടെ CSEB അതുപോലെ PSCയുടെ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റ് സ്കാനർ തുറക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് വേണ്ട പെർമിഷൻസ് ഒക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾ ഈ ക്യാമറ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ക്യാമറ ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഫോട്ടോയാണ് നമുക്ക് അത് സ്കാൻ ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ അത് ഈ പ്രകാരം കാണിക്കും. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും, കണ്ടിന്യൂ ബട്ടൺ കൊടുത്ത് ടിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഇപ്രകാരം വരും. അത് നമുക്ക് ഇവിടെ പലതരം ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ് ഉണ്ട്, ഷെയർ ഉണ്ട്, സേവ് ഉണ്ട്, അങ്ങനെ പലതരം ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സേവ് ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സേവ് ഓൺലി ദിസ് ഫയൽ കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ 10ാം ക്ലാസ് അതുപോലെ +2 ഡിഗ്രി PG ഉണ്ടെങ്കിൽ PG അത്ര സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഫോട്ടോ എടുത്ത് ആദ്യത്തെ ഒരു ഫോട്ടോ എടുക്കുക. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്, 10ാം ക്ലാസ്സിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം ഇതേപോലെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ അത് കൃത്യമായിട്ട് റീനെയിം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ SSLC ബുക്ക് ആണെങ്കിൽ SSLC എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ SSLC സർട്ടിഫിക്കറ്റ് ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാകും. അതിനുശേഷം അത് PDF ആയിട്ടാണ് JPG ആയിട്ടാണോ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇതേപോലെ PDF ആയിട്ട് സേവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ ആണെങ്കിൽ നിങ്ങളൊരു വെള്ള പേപ്പർ സിഗ്നേച്ചർ എടുത്തിട്ട് ഇതേപോലെ ഡോക്യുമെൻറ്റ് സ്കാനർ വഴി സ്കാൻ ചെയ്ത് JPG എന്ന് പറഞ്ഞ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിൽ PDF, അതുപോലെ തന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ JPG. ഇത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴത്തേക്കും സേവ് ഫയൽ ടു ഇൻറ്റേർണൽ സ്റ്റോറേജ്, ഇവിടെ ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ സേവ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ CSEBയുടെ വെബ്സൈറ്റിൽ കയറി അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ SD കാർഡിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്രസ് ചെയ്യാൻ പോകണ്ട,
നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊരു 360 KB അല്ലെങ്കിൽ 500 KB താഴെയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് PDF നല്ല ക്വാളിറ്റി തന്നെ കംപ്രസ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ വേറെ വെബ്സൈറ്റിൽ കയറി കംപ്രസ് ചെയ്യാനൊന്നും പോകണ്ട. കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി പോവും. സർട്ടിഫിക്കറ്റിന് ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അതിനാൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഉപയോഗിച്ചേക്കുന്ന ഈ ആപ്പ് തന്നെയാണ്. നല്ല ക്വാളിറ്റിയിൽ ഇത് സേവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളത് സേവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കുക. അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ SSLC ബുക്ക്, +2, അതുപോലെ തന്നെ ഡിഗ്രി, അതുപോലെ PG തുടങ്ങിയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഡോക്യുമെൻറ്റ് സ്കാനർ വഴി സ്കാൻ ചെയ്ത് കൃത്യമായിട്ടത് ക്രോപ്പൊക്കെ ചെയ്ത് ഇതുപോലെ സേവ് ചെയ്ത് വെക്കുക. സിഗ്നേച്ചർ മാത്രം JPG ആയിട്ട് സേവ് ചെയ്യുക, ബാക്കിയെല്ലാം PDF ആയിട്ട് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ CSEB എക്സാമിന് വേണ്ടിയുള്ള ഫോട്ടോയും സിഗ്നേച്ചറും റീസൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് PSC ഫോട്ടോ റീസൈസ് എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്യുക. നമ്മൾ PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തപോലെ തന്നെ അതേ സൈസിൽ തന്നെയാണ് നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചർ റീസൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ PSC ഫോട്ടോ റീസൈസ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ റിസൾട്ടുകൾ ഒരുപാട് വരും. അതിനകത്ത് ഞാൻ കണ്ടതിൽ ഒരു നല്ല സൈറ്റാണ് ഇമേജ് റീസൈസ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്, ഇമേജ് റീസൈസ് ഓൺലൈൻ. ഓക്കെ, അപ്പോൾ ആ സൈറ്റിനകത്താണ് നമ്മളിത് റീസൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സൈറ്റിനകത്ത് നമുക്ക് നമ്മുടെ CSEB എക്സാമിന് വേണ്ടിയുള്ള ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും റീസൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. അതിന് നമ്മുടെ ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ് സ്കാനർ വഴി ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം മുകളിൽ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീസൈസ് ഫോട്ടോ ഫോർ PSC എക്സാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളിവിടെ റീസൈസ് ഫോട്ടോ ഫോർ PSC എക്സാം അത് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖഭാഗവും അതുപോലെ തന്നെ മുഖം അതിൻ്റെ മുകൾ ഭാഗമൊക്കെ മറയാത്ത രീതിയിൽ ഈ ഒരു പോർഷൻ കൃത്യം അത് മുകളിലേക്ക് കയറ്റി വയ്ക്കുക. ഈ ഒരു ബ്ലൂ കളറുള്ള ഈ ബാറ് അത് കൃത്യമായിട്ടും മുകൾ ഭാഗത്തോട്ട് കയറ്റി വയ്ക്കുക. നമ്മുടെ അടിയിലുള്ള ഭാഗം കുറച്ച് ക്രോപ്പായി പോയാൽ പോലും മുകൾ ഭാഗം കൃത്യം കിട്ടുന്ന രീതിയിൽ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ വരും. അത് ഡൗൺലോഡ് ചെയ്യുക. സിഗ്നേച്ചറിൻ്റെ കേസും ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇമേജും അതുപോലെ സിഗ്നേച്ചറും റീസൈസ് ചെയ്യാൻ സാധിക്കും. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSEB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ CSEBയുടെ 1 ടൈം രജിസ്ട്രേഷൻ എപ്രകാരം ചെയ്യാമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സൈറ്റ് ഇതാണ്, CSEB.Kerala.gov.in എന്നുള്ള സൈറ്റിലാണ് നമ്മൾ ഈ ഒരു 1 ടൈം രജിസ്ട്രേഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസൊക്കെ ഇന്ന് ചെയ്ത് കാണിക്കുകയാണ്. ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ആധാർ നമ്പരും അതുപോലെ ആധാർ നമ്പറിലെ പേരും കൊടുത്ത് നമ്മൾ ആദ്യം നമ്മുടെ ഒരു രജിസ്ട്രേഷൻ നടത്തണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആദ്യം നടത്താൻ പോവുകയാണ്. ആധാർ നമ്പർ പേരും കൊടുത്തതിന് ശേഷം നമ്മളിവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇമെയിൽ ID, മൊബൈൽ നമ്പരും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇമെയിൽ IDയും നമ്മുടെ ഫോൺ നമ്പരും അതുപോലെ നമുക്ക് ഓർത്തിരിക്കാൻ പാകത്തിന് സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡും കൊടുക്കുക. ഇവിടെ മിനിമം 6 ക്യാരക്ടേഴ്സ് വേണമെന്നും പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആൽഫബറ്റ്, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ വേണമെന്നും പറയുന്നുണ്ട് പാസ്വേഡിനുള്ളിൽ. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മൈ പ്രൊഫൈൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് താങ്കളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പ്രൊഫൈൽ ഫോട്ടോ 30 KB, സിഗ്നേച്ചർ 30 KB ഇത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈലിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തുക. പ്രൊഫൈലിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വിവരങ്ങൾ രേഖപ്പെടുത്തുക. പ്രൊഫൈലിൽ താങ്കൾ ജനറൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ
താങ്കൾ രേഖപ്പെടുത്തിയ വിവരങ്ങൾ മൈ പ്രൊഫൈൽ എന്ന ലിങ്കിലുള്ള പ്രൊഫൈൽ പ്രിവ്യൂ മെനുവിൽ കാണാൻ സാധിക്കും. എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ ഈ മൈ പ്രൊഫൈലിലുള്ള പ്രൊഫൈൽ എൻട്രി എന്ന മെനുവിൽ ചെന്ന് തിരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൊഫൈൽ പൂർത്തീകരിച്ച ശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാണാനും നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കാനും കഴിയും. അത് തുടർന്ന് നമുക്ക് അപ്രകാരം അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മൈ പ്രൊഫൈൽ എന്നുള്ള ബട്ടൺ ഈ സൈഡിലാണ്. ഇവിടെ നിന്നാണ് നിങ്ങൾ മൈ പ്രൊഫൈൽ എന്നുള്ള ബട്ടൺ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞുള്ള അതിൻ്റെ അകത്ത് നമ്മൾക്ക് പ്രൊഫൈൽ എൻട്രി നമുക്ക് ആദ്യം ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കണം. ദെൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം മാത്രമേ എഡ്യൂക്കേഷൻ ടാബ് എനേബിൾ ആയി വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്, രണ്ടാമത്തെ ഭാഗം വന്നിരിക്കുകയാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം, ഇത് കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഒരു ടാബുണ്ട്. അവിടെ നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ച ഓൾറെഡി ക്രോപ്പ് ചെയ്ത് വെച്ച ഫോട്ടോസ് അതുപോലെ സിഗ്നേച്ചർ ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫോട്ടോ റീസൈസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് PSC ഫോട്ടോ റീസൈസർ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ കറക്റ്റ് സൈസിൽ റീസൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വയ്ക്കുക. അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഫയൽ സെലക്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ കൃത്യമായിട്ട് സിഗ്നേച്ചർ അതുപോലെ ഫോട്ടോയും അപ്ലോഡ് ആയിരിക്കുകയാണ്. സിഗ്നേച്ചർ അപ്ലോഡഡ് സക്സസ്ഫുള്ളി, അതുപോലെ ഫോട്ടോ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് ആകണമെങ്കിൽ നിങ്ങൾ അത് കൃത്യ സൈസിൽ നിങ്ങൾ റീസൈസ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിളിൽ ഏതെങ്കിലും PSCയുടെ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ റീസൈസർ സൈറ്റിൽ പോയി അത് റീസൈസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഇതുപോലെ കൃത്യമായിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ടാബ് ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ, അതുപോലെ ഗ്രാജുവേഷൻ, അതുപോലെ 12th ലെവൽ 10th ലെവൽ എന്നിങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് 1 MB താഴെ ആകണമെന്നുള്ള ഒരു നിബന്ധനയുണ്ട്. PDF ആയിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണമെന്നും, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് വൺസ് എൻറ്റേർഡ് കാനോട്ട് ബി ഡിലീറ്റഡ് ആഫ്റ്റർ ദി സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ, പ്ലീസ് എൻ്റർ അറ്റ്മോസ്റ്റ് കെയർ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്യാവുള്ളൂ. അതുപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴും 1 MB താഴെയുള്ള അതുപോലെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ വേണം അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്. നമ്മൾ അടുത്തത് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. പ്ലീസ് ക്ലിക്ക് ദ ആഡ് ന്യൂ എക്സ്പീരിയൻസ് ബട്ടൺ ടു ആഡ് യുവർ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് വൺസ് എൻറ്റേർഡ് കാനോട്ട് ബി ഡിലീറ്റഡ് ആഫ്റ്റർ ദി സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ, പ്ലീസ് എൻ്റർ അറ്റ്മോസ്റ്റ് കെയർ. അപ്പോൾ നിങ്ങളിവിടെ ഇപ്പോൾ നിലവിൽ എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അപ്പോൾ അപ്ലോഡ് ചെയ്താലും മതി. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എക്സ്പീരിയൻസ് വേണ്ട ജോലികൾക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്താൽ മതി. എക്സ്പീരിയൻസിന് അതിനുള്ള സർട്ടിഫിക്കറ്റൊക്കെ
കരസ്ഥമാക്കിയതിന് ശേഷം മാത്രം ഇത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ജനറൽ സർട്ടിഫിക്കറ്റ് എന്നുള്ള അടുത്ത ടാബിലേക്ക് വരികയാണ്. ഇവിടെ ഏജ് സർട്ടിഫിക്കറ്റ് ആണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. നിങ്ങളുടെ ഏജ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ SSLC ബുക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ SSLC ബുക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മറ്റ് പാൻ കാർഡ് അതുപോലെ ആധാർ കാർഡ് തുടങ്ങിയ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ ഏജ് സർട്ടിഫിക്കറ്റിന് SSLC ബുക്ക് തന്നെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്ലോഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഞാനിവിടെ SSLC ബുക്കാണ് ഏജിൻ്റെ പ്രൂഫായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, തുടർന്ന് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ പ്രിവ്യൂ ഒന്ന് നോക്കുകയാണ്. നമ്മൾ പ്രൊഫൈൽ എൻട്രി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്രൊഫൈൽ പ്രിവ്യൂ ഒന്ന് എടുത്ത് നോക്കാം. പ്രൊഫൈൽ പ്രിവ്യൂവിൽ നമ്മുടെ പേര്, അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ, നെയിം ഇൻ ആധാർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് PDF സഹിതം ഇവിടെ നൽകിയിട്ടുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് നിലവിൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് വർക്ക് എക്സ്പീരിയൻസ് നോട്ട് ആഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. സീരിയൽ ജനറൽ സർട്ടിഫിക്കറ്റ് നെയിം അവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 8/11 നമ്മളത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും അവിടെ നൽകിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലോഗൗട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. തുടർന്ന് നമ്മൾ ഒന്നുകൂടി നമ്മുടെ ഇമെയിൽ ID കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് നോക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഇമെയിൽ ID പാസ്വേഡും കൊടുത്ത് നമ്മളൊന്ന് സൈൻ ഇൻ ചെയ്യുകയാണ്. സൈൻ ഇൻ ചെയ്യുമ്പോൾ സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രൊഫൈലിലെ കാര്യങ്ങൾ ഒന്നുകൂടെ കാണണമെങ്കിൽ ഇവിടെ സൈഡിൽ വീണ്ടും വന്ന് പ്രൊഫൈൽ പ്രിവ്യൂ എടുത്ത് നോക്കിയാൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ തുടർന്ന് ഇനി CSEBയിൽ നിന്നുള്ള അറിയിപ്പ് അനുസരിച്ചായിരിക്കും നമ്മുടെ ബാക്കി കാര്യങ്ങൾ. അത് ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.